നമ്മുടെ മലയാളത്തിൽ ലോക സിനിമ ഇപ്പോൾ 200 കോടിയും കടന്ന് ജൈത്രയാത്ര നടത്തുകയാണ്. അതിലെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഫേവറേറ്റ്സ് ആയിരുന്നു. എന്നാൽ ഇവർ ആയിരുന്നില്ല ആദ്യം കാസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അത് ആരൊക്കെ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നെസ്ലിൻ്റെ ക്യാരക്ടർ അഭിനയിക്കാനിരുന്നത് നമ്മുടെ ബേസിൽ ജോസഫ് ആയിരുന്നു. അത് ബേസിൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കുകയായിരുന്നു. അതിൽ ഒരെണ്ണം ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ചെയ്തില്ല. വേറൊരാൾ ചെയ്തു. ഇപ്പം ഞാനതിൽ ദുഃഖിക്കുന്നു. വലിയ റോളായിരുന്നു. അടുത്തത് ചന്തുവിൻ്റെ ക്യാരക്ടർ. സിനിമയുടെ ഡിസ്കഷൻ ടൈമിൽ അത് നെസ്ലിൻ ചെയ്യേണ്ടിയിരുന്ന റോളായിരുന്നു. പിന്നീട് പ്രേമലുവിൻ്റെ ബിഗ് സക്സസിന് ശേഷം നെസ്ലിൻ മെയിൻ ക്യാരക്ടർ ആവുകയും ചന്തു ആ റോളിലേക്ക് പരിഗണിക്കുകയുമാണ് ഉണ്ടായത്. നമ്മുടെ നീലിയായ ചന്ദ്രയും ആദ്യം കല്യാണി അല്ലായിരുന്നു. കുറേ പേരെ പരിഗണിച്ചിരുന്നെന്നും പിന്നീട് കല്യാണിയിലേക്ക് വരികയാണ് ഉണ്ടായത് എന്നാണ് ഡയറക്ടർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഫ്യൂ ഓപ്ഷൻസ്. അതിലൊരു ഓപ്ഷൻ കല്യാണിയായിരുന്നു. പാർവതി തിരുവോത്ത്, വാമിക, നിത പിള്ളൈ എന്നിവർ ആയിരുന്നു ഓപ്ഷൻസ്. മെയിൻ വില്ലനായിരുന്ന സാൻഡി മാസ്റ്ററിന് പകരം വച്ചിരുന്നത് മറ്റൊരു കന്നഡ ആക്ടറിനെ ആയിരുന്നു. അത് ആരെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും രാജ്ബി ഷെഡ്ഡി, ഉപേന്ദ്ര എന്നിവരെയാണെന്നാണ് പറയപ്പെടുന്നത്. അവസാനമായി നമ്മുടെ നോബഡിയാണ്. അത് ആദ്യം നമ്മുടെ കുര്യനായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് റൈറ്റർ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. മിസ്റ്റർ കുര്യൻ ആക്ച്വലി ആദ്യം നോബഡി ആയിട്ടായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ ഏതൊക്കെ കാസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? കമന്റ് ചെയ്യണേ.